ഇപ്പൊ ഭദ്രകാളി ആരാ യഥാർത്ഥത്തിൽ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട്? ശക്തിയാണ്. ഇത് നമ്മൾ എപ്പോഴും കണക്ക് ആരായിട്ടാണ്? പാർവതിയുടെ ഏറ്റവും ക്രോധാവസ്ഥയിൽ ഉണ്ടാവുന്ന രൂപമായിട്ടാണ് ഭദ്രകാളി. ഇത് തീർച്ചയായിട്ടും തെറ്റാണ് ഈ കൺസെപ്റ്റ്. നമുക്ക് കേരളീയ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് രണ്ട് തരത്തിലാണ് ദേവീ സങ്കല്പത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഒന്ന് മഹാകാളി സങ്കല്പത്തിലും ഒന്ന് ഭദ്രകാളി സങ്കല്പത്തിലും. ഇപ്പോൾ ശിവൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ധാരണയിലുള്ള ഈ സങ്കല്പം, അതായത് ദേവിയുടെ ഏറ്റവും ക്രോധഭാവത്തിനെ മഹാകാളി സങ്കല്പം നമ്മൾ വിളിക്കുക. ഭദ്രകാളി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ടും രണ്ടാണ്. പുറത്തേക്ക് അത്ര രണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തിരുമാന്താകുന്ന്, ഇപ്പൊ ഞാൻ നേരത്തുള്ള തിരുമാന്താകുന്ന് ഭഗവതി, കൊടുങ്ങല്ലൂർ ഭഗവതി, അല്ലെങ്കിൽ മാടായി കാവിലമ്മ, നീലിയാർപട്ടത്തിലെ നീലി, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ ഭഗവതി, ഇവരൊക്കെ തന്നെ ഭദ്രകാളി ആയിട്ടുള്ള ദേവതകളാണ്. അതായത് ശിവന്റെ പുത്രിയാണെന്നാണ് സങ്കല്പം. ഭദ്രകാളി അപ്പോൾ ശിവന്റെ പുത്രി, ശിവപുത്രി എന്നാണ് വിളിക്കുന്നത് ചെയ്യുക. അതായത് ദാരികനെ വധിക്കാനായിട്ട്